പെൻഷൻ പരിഷ്കരണത്തിൽ സർക്കാർ അലംഭാവം തുടരുന്നതോടെ വലഞ്ഞ് KSRTCയിലെ മുൻ ജീവനക്കാർ 2022 മുൻപും ശേഷവും പെൻഷനായവർക്ക് ലഭിക്കുന്ന തുകയിൽ ഭീമമായ വ്യത്യാസമുണ്ട്. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിനാൽ പ്രായം ചെന്ന KSRTC മുൻ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ നേർക്കാഴ്ചയിലേക്ക്. ഇത് പത്തനംതിട്ട അടൂർ സ്വദേശി മാർഷ ബാബു. ജീവിത ചെലവിന് ബുദ്ധിമുട്ടുമ്പോഴും പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്തെത്തിയത് തന്നെ പോലെ ആയിരക്കണക്കിന് പേരുടെ ദുരിതം മാതൃഭൂമി ന്യൂസിലൂടെ പറയാനാണ്. 1993 മാർഷ ബാബു KSRTCയിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചത്. 2023 ഫെബ്രുവരിയിൽ പെൻഷനായി. എന്നാൽ ലഭിക്കുന്ന പെൻഷൻ വെറും 5416 രൂപ. 2021 ഡിസംബർ വരെ പെൻഷനായവർക്ക് 9 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 10205 രൂപ കിട്ടും. 2022 മുതൽ ഇങ്ങോട്ട് പെൻഷനായവർക്ക് 9 വർഷം സർവീസ് ഉണ്ടെങ്കിലും ലഭിക്കുന്നത് വെറും 4500 രൂപ മാത്രം. ഈ നിത്യച്ചെലവൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മരുന്നിന് പോലും പൈസ തികയുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തേക്കാൾ കൂടുതൽ പൈസ മരുന്ന് ചിലവാകും. അത് സമയബന്ധിതമായി പെൻഷൻ പരിഷ്കരണം നടത്താത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന ഒരു വിഭാഗം KSRTC മാത്രമേ ഉള്ളൂ. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഞങ്ങൾക്ക് കിട്ടാവുന്ന പെൻഷനുകൾ അത് കൃത്യമായിട്ട് കിട്ടണം. 2011 ശേഷം KSRTCയിൽ പെൻഷൻ പരിഷ്കരണം നടന്നിട്ടില്ല. 86% DA കുടിശ്ശിക ലഭിക്കാനുമുണ്ട്. ഇതിനെല്ലാം പുറമെ മാസവും ലഭിക്കുന്ന പെൻഷനും ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുമ്പോൾ സംസ്ഥാനത്തെ 43,000-ലധികം KSRTC കുടുംബങ്ങളാണ് ദുരിതത്തിലാകുന്നത്. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തുക 2000-ആണ്. അതിൽ താഴെ 1500-ഉം 1800-ഉം ഒക്കെ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ KSRTCക്കാർ മാത്രമായിരിക്കും. അതിന് മാറ്റം വേണം. കാരണം വാർദ്ധക്യകാലത്ത് ആശ്വാസമാണ് പലർക്കും പെൻഷൻ. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.